നമസ്കാരം. എന്നെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഞങ്ങളുടെ സ്റ്റോറി പറയാനാണ് വന്നത്. പക്ഷേ ഞാനത് പറയുന്നില്ല എന്ന് കരുതിയതാണ്. പക്ഷേ ഒരുപാട് കഥകൾ ഇതിൻ്റെ പേരിൽ ഇറങ്ങുന്നുണ്ട്. അത് എനിക്കറിയില്ല. അവൾ എന്നിലേക്ക് വന്നതും എന്നെ വഞ്ചിച്ചിട്ട് പോയതും അവളെങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും എല്ലാം ഞങ്ങൾ നിങ്ങളോട് പറയാം. ഇനി പറഞ്ഞേ പറ്റൂ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടത് ഒരിക്കലും എൻ്റെ ചാനൽ റീച്ച് കൂട്ടാനോ ഞാൻ ശ്രദ്ധിക്കപ്പെടാനോ അതിനൊന്നും വേണ്ടിയല്ല. ഞാൻ ജീവനായി കണ്ട എൻ്റെ പെണ്ണിൻ്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ കയ്യിൽ തുണി ചുറ്റി വെച്ച് എല്ലാവരെയും പറ്റിക്കുന്നുവെന്ന് പലരും പറയുകയുണ്ടായി. ഇപ്പം ഞാൻ തുണി ചുറ്റിയിട്ടില്ല. ഇടത് കൈയും വലത് കൈയും മാറി മാറി ചുറ്റി ഞാൻ പറ്റിക്കുന്നുണ്ടെന്ന് പറയുന്നു. എനിക്ക് ആരെയും പറ്റിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കഥ പറഞ്ഞ് തുടങ്ങുകയാണ്. ഇത്ര നാളത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾ, ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞ നിമിഷങ്ങൾ എല്ലാം. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. വർക്കല പാരിപ്പള്ളി റൂട്ടിൽ വണ്ടിപ്പുര എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീടിന് കുറച്ച് മാറിയിട്ട് ഒരു ക്ഷേത്രമുണ്ട്, ഒരു മുരുകൻ ക്ഷേത്രം. അയിരൂർ പാലനിന്ന പൊയ്ക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ ശൂലംകുത്ത് കാവടി ഘോഷയാത്ര ഒരു ഉത്സവ സമയത്ത് ഞാനവിടെ ആദ്യമായിട്ട് ചെല്ലുന്ന സമയം. അന്നെനിക്ക് ഒരു 13 വയസ്സ് പ്രായം. ഞാൻ ക്ഷേത്ര നടയിൽ നിൽക്കുമ്പോൾ ഒരു പച്ച പട്ടുടുപ്പ് വാടയിട്ട് ഒരു കൊച്ചു പെണ്ണ് കൂട്ടുകാരുമൊത്ത് ചിരിച്ച് കളിച്ച് നടന്ന് ക്ഷേത്രത്തിലേക്ക് കയറി വരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. എന്തോ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അറിയത്തില്ല, എൻ്റെ ആ പ്രായത്തിൽ തന്നെ എനിക്ക് ആ കുട്ടിയോടൊരു ഇഷ്ടം തോന്നിപ്പോയി. എനിക്കറിയില്ല, എന്തോ എനിക്കത് തോന്നിപ്പോയി. അവളറിയാതെ ഞാൻ അവളുടെ പിന്നാലെ നടന്നു. അവളുടെ കളിയും ചിരിയും എല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മനസ്സ് തൊട്ട ആദ്യ പ്രണയം. അങ്ങനെ ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പോയി. അവളുടെ വീട് എവിടെയാണെന്നോ സ്ഥലം എവിടെയാണെന്നോ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പോയ കൂട്ടത്തിൽ അവളും പോയി, ഞാനും പോയി. പിന്നീട് സ്കൂളിൽ പോകുന്നതാണല്ലോ. ഞാൻ പഠിച്ചിരുന്നത് പാളയംകുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. എൻ്റെ പഠിപ്പിൻ്റെ ഗുണം കൊണ്ട് 8ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഞാൻ തോറ്റു. പഠിത്തം നിർത്തിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. പിന്നെ മനസ്സോടെ സ്കൂൾ തുറന്നപ്പോൾ സ്കൂളിലോട്ട് തന്നെ പോയി. എന്ത് മരട്ടെന്ന് വെച്ച് പോയി. നാണക്കേടുണ്ട്, തോറ്റ വിഷമമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും പോയി. സ്കൂളിലേക്ക് തന്നെ പോയി. ഞങ്ങളെ ക്ലാസ്സിലിരുത്തി ജയിച്ച എല്ലാവരെയും കൊണ്ട് ടീച്ചർ അവരെ 9ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ തോറ്റ 4 പേരെയും കൊണ്ട് നമ്മുടെ ക്ലാസ് ടീച്ചർ മറ്റൊരു ക്ലാസ്സിലേക്ക് പോയി. ഒന്നും പിടികിട്ടിയില്ല, അത് എന്താണെന്നുള്ളത് പിടികിട്ടിയില്ല. അപ്പോൾ ആ ക്ലാസ്സിൽ ചെന്നപ്പോൾ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്. അത്രയും കുട്ടികളെ ആ സ്കൂളിൽ അന്നേ വരെ കണ്ടിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ അവർ എല്ലാവരും വേറൊരു UP സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു എല്ലാവരും. ടീച്ചർ ഞങ്ങളെ അവരുടെ ഇടയിലേക്ക്, ഞങ്ങൾക്കും ഒരു സ്ഥലം കണ്ടെത്തി തന്നു. ഞങ്ങളെ അവരുടെ ഇടയിലേക്ക് ഇരുത്തി. എനിക്കാണെങ്കിൽ ചമ്മൽ കൊണ്ടിട്ട് തലയുയർത്തി നോക്കാൻ തന്നെ പറ്റിയില്ല. സമയം കടന്നുപോയി, ഇൻ്റർവെല്ലായി.
ഇൻ്റർവെല്ലായിട്ടും ഞാൻ ആ സീറ്റിൽ തന്നെ ഇരുന്നു, ഞാൻ എണീച്ചില്ല. അപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് പുറത്തോട്ട് പോകുന്നവരും കളിക്കുന്നവരും ചിരിക്കുന്നവരും എല്ലാം. പെട്ടെന്ന് ഞാനൊരു ചിരി കേട്ടു. ഞാൻ നോക്കുമ്പോൾ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി. അപ്പോഴെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അത് തന്നെയാണെന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ അതാണ് ഞാനന്ന് ആ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടി. ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, തോറ്റത് നന്നായി, തോറ്റത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ അവളെ കാണാൻ പറ്റിയത്. പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല. പിന്നെ ഞാൻ കൂട്ടുകാരെ ഉണ്ടാക്കി. കൂട്ടുകാരുടെ അടുത്ത് തന്നെ ഇവളുടെ വിവരങ്ങൾ ചോദിച്ചു. ഇവളുടെ വീട്, ഇവളുടെ പേര്, സ്ഥലം എല്ലാം തിരക്കി അറിഞ്ഞു. പേര് സുജ, അയിരൂരിലാണ് താമസിക്കുന്നത്. അയിരൂർ എന്ന് പറയുന്നത് വണ്ടിപ്പുരയിൽ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഞാനവളെ കാണാനായിട്ട് ചുറ്റിപ്പറ്റി സൈക്കിളും എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇവൾക്കറിയത്തില്ല, അവളെന്നെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ദിവസം കഴിയുന്തോറും എനിക്ക് അവളോടുള്ള പ്രണയം കൂടിക്കൂടി വന്നു. എനിക്കത് അവളോട് പറയാൻ പേടിയായി. സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിലോ, ആ പ്രായത്തിൽ തോന്നിയതാണ്. ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയൊരു വിഷയമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് സഹായിച്ചു. അവളുമായിട്ട് അടുത്ത സുഹൃത്താണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ സുഹൃത്ത് മുഖേന അവൻ പോയി കാര്യം പറഞ്ഞു. അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു, ഇതേ കണക്ക് ഉണ്ണികൃഷ്ണന് സുജയെ ഇഷ്ടമാണ്. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളപ്പോൾ എന്നെ ഒന്ന് നോക്കി. ഞാനപ്പോൾ ഇല്ലാണ്ടായിപ്പോയി. പിന്നീട് അവൾ പലപ്പോഴും എന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അവൾക്കും തിരിച്ചെന്നോട് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ പറയാനുള്ള മടി കൊണ്ടായിരിക്കാം മറുപടി പറയാത്തത് എന്ന് ഞാൻ കരുതി. അവസാനം സഹിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നുകൂടി ഒന്ന് പോയി ചോദിച്ചിട്ട് വാ, എനിക്ക് മറുപടി അറിയണം. അങ്ങനെ അവൻ വീണ്ടും പോയി ചോദിച്ചു. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് നേരിട്ട് പോയി പറയാൻ, എങ്കിൽ മറുപടി പറയാമെന്ന് പറഞ്ഞു. നേരിട്ട് പറയാൻ അപ്പോഴെനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല. ഈ പരിപാടി ഇതേപോലെ തന്നെ അങ്ങ് തുടർന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞു. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പോയി. അപ്പോഴേക്കും എൻ്റെ വീട്ടിലെ കാര്യം അല്പം ബുദ്ധിമുട്ടായി. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ പഠിത്തം ഉപേക്ഷിച്ച് ജോലിക്ക് പോകേണ്ട അവസ്ഥയായി. അങ്ങനെ ഞാൻ പഠിത്തം ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങി. പിന്നെ അവളെ കാണുന്നത് കുറവായി. എനിക്ക് അവളെ കാണാതെ ഇരിക്കാനും പറ്റുന്നില്ല. മാക്സിമം ഞാൻ അവളെ കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എനിക്കൊരു ദിവസം അവളെ കണ്ടാൽ മതി. എൻ്റെ മനസ്സിൻ്റെ ആ ഒരു വെപ്രാളം അങ്ങനെ ആയിരുന്നു. സംഭവം ഞാൻ അവളുടെ അടുത്ത് നേരിട്ട് പറയുന്നുമില്ല. അവളും എൻ്റെ അടുത്ത് മറുപടി തന്നിട്ടില്ല. അപ്പോഴും അവളോട് എൻ്റെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, കൂടിക്കൊണ്ടേയിരുന്നു. എനിക്കറിയില്ല അവളെ എന്തിനാണ് ഞാൻ ഇത്രമേൽ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും അറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് അറിയുന്നു, അവർ വീടും സ്ഥലവും വിറ്റ് പോയി. എങ്ങോട്ടാണ് പോയതെന്നോ എവിടേക്കാണ് പോയതെന്നോ ഒന്നും അറിയില്ല. എനിക്കൊരൊത്തും പിടിയില്ല. അന്ന് മൊബൈൽ ഫോണും കാര്യങ്ങളും ഒന്നും വലുതായിട്ട് അങ്ങനെ ആരും അങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടില്ല. ഒരു വിവരമില്ല. ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷിച്ചു, ഇവരെങ്ങോട്ടാണ് പോയത്, എവിടേക്കാണ് പോയത്, ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്, ഒന്നും അറിയത്തില്ല. അപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്, വീട്ടുകാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇവളോടുള്ള സ്നേഹം അപ്പോഴും എനിക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവളോടുള്ള സ്നേഹം. അങ്ങനെ 3 വർഷം ഇങ്ങനെ തന്നെ പോയി. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അളിയ, സുജ ഇതിലേ കൂടെ രാവിലെ ബസ്സിൽ പോകുന്നുണ്ട്, അവൻ സ്ഥിരം കാണാറുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമായിപ്പോയി. 3 വർഷം കഴിഞ്ഞു. സുജയെ അവളെ കാണാനുള്ള ആ ഒരു വെപ്രാളമായി എനിക്ക്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോകാതെ ആ ബസ്സും കാത്തു നിന്നു. അങ്ങനെ ബസ്സിൻ്റെ സമയമായി.
ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി. ഞാൻ കണ്ടു. അവളിരുന്ന സീറ്റിൻ്റെ തൊട്ട് പിറകിൽ പോയി ഞാൻ നിന്നു. അവളെ നോക്കി നിന്നു. അവൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവളങ്ങ് തിരിഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ തന്നെയാണോ എന്ന് വീണ്ടും ഉറപ്പിക്കാനായിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അവൾ തിരിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഒരു ഉറപ്പായി, എന്നെ മറന്നിട്ടില്ല. സംഭവം മനസ്സിൽ അപ്പോഴും ചെറിയൊരു ടെൻഷനുണ്ട്. ഇത്ര വർഷം കഴിഞ്ഞതല്ലേ, ചിലപ്പോൾ വേറെ വല്ല അഫെയറും ആയി കാണുമോ. അപ്പോഴും സംസാരിക്കാൻ പേടിയാണ്, സംസാരിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ അവളെ നോക്കി നിന്നു. ഞാൻ ആ ബസ്സിൽ അവളുടെ കൂടെ പോയി. അവൾ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എല്ലാം ഞാൻ കണ്ടുപിടിച്ചു. അവളൊരു തയ്യൽ കടയിൽ തയ്യൽ ജോലിക്കായിരുന്നു പോയിരുന്നത്. അത് ഞാൻ മനസ്സിലാക്കി. അവൾ എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കി. പിന്നീട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവില്ല, നേരെ അവളുടെ തയ്യൽക്കടയുടെ അടുത്ത് ചെല്ലും. അവൾ ഇറങ്ങുന്ന ടൈം നോക്കും, ബസ്സിൽ കയറും, അവളെ നോക്കിയിരിക്കും. അവളുടെ വീട് കല്ലുവാതുക്കലാണ്. അവിടെ ചെല്ലുന്നവരെ ഞാൻ അവളുടെ കൂടെ ബസ്സിലുണ്ടാവും. അവളെ നോക്കിയിരിക്കും, അവളും നോക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മളൊരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് നോക്കിയപ്പം അവളെനിക്ക് വൈകുന്നേരം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെയും കാണണമെന്നൊരാശ. അപ്പോൾ അതിന് ഞാൻ വഴി കണ്ടുപിടിച്ചത് കല്ലുവാതുക്കലുള്ള ഒരു വാർക്ക ജോലിക്ക് പോണ ഒരു ടീമുണ്ട്, അവരുടെ കൂടെ ജോലിക്ക് കയറി. അപ്പോൾ രാവിലെയും അവൾ വരുന്ന സമയത്താണ്, ഞങ്ങളവിടെ ജോലിക്കായിട്ട് കൂടുന്ന ടൈമാണ്, ആ സമയത്താണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവളെ കാണാനായിട്ട് ഞാൻ അവരുടെ കൂടെ ജോലിക്ക് പോകാനായിട്ട് രാവിലെ കല്ലുവാതുക്കൽ ചെല്ലും. രാവിലെയും കാണും, ജോലി കഴിഞ്ഞ് വൈകിട്ടും കാണും. രാവിലെയും കാണും, വൈകിട്ടും കാണും. ഈ കണക്ക് മാത്രമേ ഉള്ളൂ. സംസാരം ഇല്ലായിരുന്നു, സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ അതെനിക്കൊരു അഡിക്ഷൻ പോലെ ആയിപ്പോയി, അതിൻ്റെ ഒരു ജീവിത ശൈലിയായിപ്പോയി. സംഭവം രാവിലെ അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, അതുപോലെ തന്നെ വൈകിട്ടും അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം എന്നെക്കൊണ്ട് പറ്റത്തില്ല, തള്ളി നീക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അവളെ എന്നും കാണണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി അവളെ. എനിക്ക് അവളെ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം തള്ളി നീക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെയൊക്കെ ആയിപ്പോയി. എൻ്റെ ഈ അവസ്ഥ ഒരിക്കൽ അമ്മ കണ്ട്. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഞാനെല്ലാം അമ്മയോട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എനിക്ക് അവളെ അത്ര ഇഷ്ടമാണ്. ഞാനെല്ലാം എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ മാക്സിമം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. കാരണമെന്ന് പറഞ്ഞാൽ അവളുടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടന് എല്ലാവർക്കും ഒരു ഇതായിരുന്നു സംഭവം. ചേട്ടനൊക്കെ അവിടുത്തെ മെയിൻ ടീമുകളായിരുന്നു അന്നത്തെ സമയത്ത്. അപ്പോൾ അത് പേടിച്ചിട്ട് അമ്മ പറഞ്ഞു, മക്കളെ ഇത് വേണ്ട, ഇത് ശരിയാവില്ല. ഞാൻ പറഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇതാണ് എൻ്റെ അവസ്ഥ. അമ്മ പറഞ്ഞു, അവരുടെ പെണ്ണിനെ നമുക്ക് കെട്ടിച്ച് തരില്ല മക്കളെ, അവർ നമുക്ക് പെണ്ണ് തരില്ല. ഞാൻ സീരിയസ് ആയിക്കൊണ്ടേയിരുന്നു. അവസാനം എൻ്റെ അവസ്ഥയും എൻ്റെ വിഷമവും കണ്ട് അമ്മ ഒരു ദിവസം അവളോട് പോയി നേരിട്ട് ചോദിച്ചു. നേരിട്ട് ഈ കാര്യം പറഞ്ഞു, എൻ്റെ മകന് നിന്നെ ഇഷ്ടമാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, വീട്ടിൽ വന്ന് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, അവളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. അമ്മ അത് നേരെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ അവളുടെ കല്യാണമായി, ഇനി ആ കൊച്ചിൻ്റെ പിറകെ നടക്കണ്ട എന്ന് പറഞ്ഞു. എനിക്കത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ പിന്നും അവളെ കാണാനായിട്ട് അവളുടെ പിറകെ നടന്നു. അപ്പോഴും അവൾ വെറുപ്പോടെ എന്നെ നോക്കിയിട്ടില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ അവൾ എന്നെ നോക്കിയിട്ടുള്ളൂ. ഞാൻ പിന്നും അവളെ കാണാനായിട്ട് പിന്നും പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളെ പിന്നെ കുറച്ച് ദിവസം ബസ്സിൽ കാണാതായ സമയത്ത് അവളുടെ ഒരു കൂട്ടുകാരി ദിവസം അവളുടെ കൂടെ
വരുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടുകാരിയോട് കാര്യം തിരക്കി. സുജ എന്താണ് വരുന്നില്ല, കുറച്ച് നാളുകൊണ്ട് കാണുന്നില്ല, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അവളിനി വരില്ല, അവളുടെ കല്യാണം അടുത്തു, അതുകൊണ്ട് അവളിനി കടയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സുജയെ എനിക്ക് നഷ്ടമാവാൻ പോകുന്നു, സുജയെ എനിക്കിനി കിട്ടില്ല, സുജ എന്നിൽ നിന്ന് പോകാൻ പോകുന്നു. ഞാൻ അവളുടെ വീടിനടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ ലെറ്റർ ഒപ്പിച്ചിട്ട് ആ ഡേറ്റ് മാർക്ക് ചെയ്ത് കാത്തിരുന്നു അവളുടെ കല്യാണ ദിവസം എനിക്ക് ഈ ലോകത്തുനിന്ന് പോകാനായിട്ട്. അന്ന് ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിൽ നിന്ന് ഫാനിൽ കുരുക്കിട്ടിട്ട് റെഡിയായിട്ട് വന്നു. സമയത്ത് അതേ മുഹൂർത്തത്തിൽ എനിക്കും പോകാൻ. ഇന്നെൻ്റെ റൂമിൽ ഡോറില്ലായിരുന്നു. എൻ്റെ അമ്മമ്മ തൊട്ടടുത്ത് തന്നെ എൻ്റെ വല്യമ്മയുടെ വീട്ടിലായിരുന്നു. പെട്ടെന്ന് അമ്മമ്മ കയറി വന്ന് ഞാൻ പേടിച്ചു പോയ സമയത്ത് ഞാനപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് ചെയ്തില്ല. സംഭവം അമ്മമ്മ വന്നത് കണ്ട് ഞാൻ പേടിച്ചു പോയി. അന്ന് ഞാനത് ചെയ്തില്ല. അമ്മ കാണുന്നതിന് മുമ്പ് ഞാൻ ആ കയറ് മുകളിലേക്ക് എടുത്തിട്ടിട്ട് എനിക്ക് അന്ന് പൊട്ടിക്കരയാൻ മാത്രമേ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ. ആ പ്രായത്തിൽ എനിക്കത് മാത്രമേ സാധിച്ചുള്ളൂ. എൻ്റെ 22ാമത്തെ വയസ്സ്. എനിക്ക് പിന്നെ ദിവസങ്ങൾ കഴിയുന്തോറും എനിക്ക് ഡിപ്രഷനായി. ഞാൻ എൻ്റെ മാനസിക നില വേറൊരു രീതിയിലൊക്കെ ആയിപ്പോയി. ചിരിക്കാൻ വരെ ഞാൻ മറന്നുപോയി. എനിക്കെന്തോ എന്നെക്കൊണ്ട് അവളെ മറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അന്ന് എന്നെ അമ്മ ഡോക്ടറെ കാണിച്ചു. അന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് ഡോക്ടർ എന്നെ ചികിത്സിച്ച ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ കാര്യങ്ങളൊക്കെ വിടണം, നീ അടുത്ത കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം, ജിമ്മിലൊക്കെ പോയി തുടങ്ങും, വർക്കൗട്ടിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും, അപ്പോൾ ഇതൊക്കെ തനിയെ മറക്കും, നീ കൊച്ചു പയ്യനല്ലേ, ഇനി ജീവിതം ഒരുപാടുണ്ട് പറഞ്ഞു. ഞാനും അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ ജിമ്മിൽ ജോയിൻ ചെയ്തു, വർക്കൗട്ട് തുടങ്ങി. പതിയെ ഞാനിതെല്ലാം പതിയെ എൻ്റെ വേദനകളൊക്കെ ഞാൻ മറക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതശൈലി തന്നെ മാറി. പുതിയ ജീവിതശൈലിയായി, പുതിയ സുഹൃത്തുക്കൾ, പുതിയ ജീവിതശൈലി, അങ്ങനെ പുതിയ ആഹാരങ്ങൾ, അങ്ങനെ. പക്ഷെ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ഒരു വേദന എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എനിക്കെന്നിട്ടും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. എൻ്റെ വേദന മറന്നെങ്കിലും എനിക്കെൻ്റെ സന്തോഷം എനിക്കതൊന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. എനിക്ക് വേറൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നുമില്ല. എനിക്കറിയില്ല, അപ്പോഴും എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ ജീവിക്കുകയാണ്, പക്ഷേ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെ ജിമ്മിൽ വെച്ച് കണ്ട എൻ്റെ ഒരു സുഹൃത്ത് എന്നെയും കൊണ്ടൊരു ഉത്സവത്തിന് പോയി. ഉത്സവത്തിന് പോയപ്പോൾ ആനയും ആരവവും ബഹളങ്ങളും എല്ലാം കണ്ട്, ആഘോഷങ്ങളും എല്ലാം കണ്ടപ്പോൾ എനിക്കെന്തോ മനസ്സിനൊരു സന്തോഷം തോന്നി. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ ഒരു അന്തരീക്ഷം. അങ്ങനെ ഞാൻ എല്ലാ ഉത്സവങ്ങൾക്കും പോകാൻ തുടങ്ങി. എനിക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമായി തുടങ്ങി. ഇനി മുമ്പോട്ട് ജീവിക്കണം, നല്ല രീതിക്ക് ജീവിക്കണം, കല്യാണം കഴിക്കണം, ബൈക്ക് വാങ്ങണം, വീട് വൃത്തിയാക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി മനസ്സിൽ. അങ്ങനെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു. ആ പെൺകുട്ടിക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് വിവാഹത്തിൻ്റെ കാര്യത്തിന് സംസാരിച്ചപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞു. നമ്മളത് അവിടെ ഉപേക്ഷിച്ചു. നമുക്ക് അഗാധമായ പ്രണയമോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. എനിക്കൊരു പെണ്ണെ ഇഷ്ടപ്പെട്ടു, ഞാൻ ചോദിച്ചു. അത് വിവാഹത്തിന് 2 കൂട്ടർക്കും അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും എൻ്റെ ജീവിതശൈലിയിലോട്ട് ഞാൻ തിരിച്ചു വന്നു. വീണ്ടും പഴയ പോലെ ജീവിച്ചു തുടങ്ങി. ഒരു 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞ് ഞാൻ ജോലി കഴിഞ്ഞ് കല്ലമ്പലം ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി നടന്നു വരുന്നു. അവളെ എനിക്കറിയാം, അത് സുജയായിരുന്നു.
ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, കാര്യങ്ങൾ തിരക്കി, നമ്മൾ സംസാരിച്ചു. അവളുടെ ഭർത്താവ് ഗൾഫിലാണ്. അവൾക്ക് 5ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുണ്ട്. ഭർത്താവ് ഇപ്പം നാട്ടിലുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് അന്വേഷണം പറയാൻ പറഞ്ഞു. ഞാനും പോയി, സുജയും പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് മൊബൈലെടുത്ത് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഇവരുടെ ഫ്രണ്ട് റിക്വസ്റ്റ് കിടക്കുന്നു ഫേസ്ബുക്കിൽ. അങ്ങനെ ഞാൻ അതപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്തോ എനിക്ക് അപ്പോഴും തന്നെ ഞാനൊരു മെസ്സേജ് ഇട്ടു. ഞങ്ങൾ അവളുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും നമ്മൾ ഇത്രയും നാൾ ജീവിച്ച ബാക്കിയുള്ള കാര്യങ്ങൾ ഒരിക്കലും പണ്ട് നമ്മളെങ്ങനെയാണോ കണ്ടിരുന്നത് ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. നമ്മൾ ഒത്തുപഠിച്ച സുഹൃത്തുക്കൾ എങ്ങനെയാണോ ആ രീതിക്കായിരുന്നു നമ്മളപ്പോൾ സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, സുജിയുടെ കുട്ടികളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമോ, കുട്ടികളുടെ ഫോട്ടോ കാണിച്ചു തരാമോ? അപ്പോൾ അവൾ പറഞ്ഞു, വാട്സാപ്പ് നമ്പർ തരുവാണെങ്കിൽ വാട്സാപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തു. അവൾ വാട്സാപ്പിൽ കുട്ടികളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. നല്ല 2 സുന്ദരി കുട്ടികൾ. അങ്ങനെ കുറച്ച് നാൾ കടന്നുപോയി. നമ്മൾ നല്ലൊരു സുഹൃത്തുക്കളായിട്ട് തന്നെയായിരുന്നു തുടർന്നിരുന്നത്. എനിക്ക് ആ സമയത്ത് കല്യാണം നോക്കുന്ന ടൈമായിരുന്നു. എനിക്ക് പെണ്ണ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം സുജയോട് ചോദിച്ചു, സുജയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്ക് ഗൾഫിൽ ഏതെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമോ? എനിക്ക് നാട്ടിൽ അങ്ങനെ പറയത്തക്ക ജോലിയൊന്നുമില്ല. ജോലിയുണ്ട്, പക്ഷേ പറയത്തക്ക നല്ല ജോലിയൊന്നുമില്ല. എനിക്കിപ്പോൾ കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജോലി സുജയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് ശരിയാക്കി തരാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ സുജയോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അവരൊന്നിച്ചല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ വഴക്കിട്ട് നിൽക്കുവാണോ? അപ്പോൾ അവൾ പിന്നെ മറുപടിയൊന്നും തന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് മറുപടി അയച്ചു. അവർ വേർപിരിഞ്ഞു. നിയമപരമായിട്ട് അവർ വേർപിരിഞ്ഞു. പുള്ളിക്കാരൻ വേറെ വിവാഹവും കഴിച്ചു. ഇത് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. എന്ന് പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. എനിക്കെന്ത് തിരിച്ച് പറയണമെന്ന് എനിക്ക് അറിയാൻ വയ്യാതായിപ്പോയി. ഞാൻ പിന്നെ കുറച്ച് നേരത്തേക്ക് മെസ്സേജ് അയച്ചില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും ഷോക്കായി അങ്ങനെ ഇരുന്നു പോയി കുറച്ച് നേരം. അങ്ങനെ ഞാൻ വീണ്ടും മെസ്സേജ് ഇട്ടു, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അപ്പോൾ അവൾ പറഞ്ഞു, കുട്ടികൾ അവളുടെ കൂടെയാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവളുടെ മാനസിക നില ഇപ്പോൾ ശരിയല്ല, അവൾ എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാം ശരിയാവും, നമ്മളൊക്കെ ഉണ്ട്, പേടിക്കണ്ട, വേറെ വിവാഹം കഴിക്കണം, എല്ലാം പറഞ്ഞു. അപ്പോൾ അവളെ സംസാര രീതിയൊക്കെ അങ്ങ് മാറി. അവൾ പറഞ്ഞു അവൾക്കിനി ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കുട്ടികളെ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, അവൾക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യാതായിപ്പോയി. ഞാൻ പിന്നെ അന്ന് അവൾക്ക് മെസ്സേജൊന്നും അയച്ചില്ല. ഞാൻ ഇരുന്ന് ചിന്തിച്ചു, എന്ത് ചെയ്യാം. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഞാനൊരു തീരുമാനം എടുത്തു. അവളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നില്ല. അവളെ ഞാൻ വിവാഹം കഴിക്കും, എൻ്റെ ഭാര്യയായിട്ട്. അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ അവൾക്ക് മെസ്സേജ് ഇട്ടു, ഇതേപോലെ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, എൻ്റെ ഭാര്യയായിട്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ കുട്ടികളെ വിട്ടിട്ട് അവൾക്കൊരു ജീവിതമില്ല, കുട്ടികളില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, കുട്ടികളെ ഞാൻ നോക്കും, എന്നാൽ കഴിയുന്ന വിധം ഞാൻ കുട്ടികളെ നോക്കും, ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുട്ടികളെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു, 2 പെൺകുട്ടികളെ. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ 2ാമത്തെ പ്രസവത്തോടു കൂടി അവൾ പ്രസവം നിർത്തിയതാണ്. ചിലപ്പോൾ എനിക്കിനി ഒരു കുട്ടിയെ എനിക്ക് തരാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാവാം. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് കുട്ടികൾ വേണ്ട, എനിക്ക് നീയും കുട്ടികളും മതി, നീ മതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ, നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു,
ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കാം ഈ സമയത്ത് ഇവളെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും ഇവളെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ചിലപ്പോൾ വിധി ഇങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മയോട് കാര്യം പറയണം, വിഷയങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞു. അവളുടെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അവളുടെ അമ്മ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അമ്മ കുറച്ച് നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, എല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവളെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതമാണ്, നിൻ്റെ സന്തോഷമാണ്. നാളെ അതൊരിക്കലും മാറരുത്. വേറൊരു കാരണം കൊണ്ടും അവളെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലമ്മ, ഒരിക്കലുമില്ല. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. ഇത് എങ്ങനെയോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഇവളുടെ ആദ്യ ഭർത്താവ് എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടു. ഞാനും പുള്ളിക്കാരൻ്റെ വൈഫും സുജയും ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് ഇവക്കൊരു ജീവിതം കിട്ടുന്നതിൽ പുള്ളിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ പുള്ളി നോക്കിക്കോളാം. പുള്ളിയുടെ കുട്ടികളാണ്. അത് മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത് പുള്ളിക്ക് അത്രയ്ക്ക് ഇതല്ല. കുട്ടികളുടെ ഭാവി എല്ലാം അയാൾ നോക്കിക്കോളാം. നിങ്ങൾ നല്ലപോലെ ജീവിച്ചാൽ മതി. പിന്നെ നമ്മുടെ കൂടെയാണെങ്കിൽ കുട്ടികളെ അയാൾക്ക് കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. സംഭവം അവരുടെ കൂടെയാണെങ്കിൽ പുള്ളി ഗൾഫിൽ പോകുമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുട്ടികളെ കാണാം, കുട്ടികളെ നമ്മളുടെ കൂടെ കൊണ്ട് നിർത്താം. അങ്ങനെ കുറേ ഉപാധികളോടെ കുട്ടികളെ അവരോടൊപ്പം നമ്മൾ പറഞ്ഞയച്ചു. അപ്പോഴും ഞാൻ അവരോട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടില്ല. എനിക്കത് അറിയുകയും വേണ്ട. അവർ പിരിയാനുണ്ടായ സാഹചര്യവും കാരണവും എന്താണെന്ന് എനിക്കറിയണ്ട. എന്താണെന്ന് എനിക്കറിയത്തില്ല. അതപ്പോഴെനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴെനിക്ക് അതറിയാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഈ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സുജയെ മാത്രമേ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടുള്ളൂ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ സുജയെ വിളിച്ചപ്പോൾ സുജ പറഞ്ഞു, അവരുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളാണ്, നമ്മുടെ കല്യാണത്തിന് ആരും സമ്മതിക്കത്തില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇതേ കണക്കാണ്, അവരുടെ വീട്ടിൽ സമ്മതിക്കത്തില്ല, പ്രശ്നങ്ങളാണ്, ഞാൻ അവളെ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോവുകയാണ്. എന്നിട്ട് നേരെ ഞാൻ സുജയെ വിളിച്ചു. ഞാൻ നിന്നെ വിളിക്കാൻ വരികയാണ്, നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് വിളിച്ചു പറഞ്ഞു. അവൾ അതുപോലെ തന്നെ അവൾക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവളും റെഡിയായിട്ട് നിന്നു. ഒരു വൈകുന്നേരം 3 മണിയായി കാണും. ഞാനും എൻ്റെ ചേട്ടനും ഓട്ടോയിൽ അവളുടെ വീടിനടുത്തെത്തി. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു, അവളെ വിളിച്ചു. അവൾ എന്നോടൊപ്പം ഇറങ്ങി. അവൾ അമ്മയോട് യാത്ര പറഞ്ഞു അവൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു. അപ്പോൾ അവൾ ഓട്ടോയിൽ കയറിയിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് അവൾ ചോദിച്ചു, എന്നെ കൈവിടല്ലേടാ. ഞാൻ പറഞ്ഞു, അവളെ കൈ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിൻ്റെ കൈ വിടത്തില്ല, ഒരിക്കലും നിന്നെ ഞാൻ കൈ വിടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ കൈ എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് വെച്ചു. പിന്നെ ഞാൻ പൊന്നുപോലെ നോക്കുകൂടി എന്ന് പറഞ്ഞു. നമ്മളവിടെ നേരെ പോയത് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ട്, വീട് അഡ്രസ്സും എല്ലാം കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് അവൾ നിലവിളക്ക് പിടിച്ച് വലത് കാല് വെച്ച് എൻ്റെ കൈയും പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് കയറി. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട നിമിഷം. പിറ്റേ ദിവസം സുജയുടെ അമ്മ പാരിപ്പള്ളി സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവിടെ നിന്ന് എന്നെ വിളിപ്പിച്ചു. നമ്പരും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ എന്നെ വിളിപ്പിച്ചു. നമ്മൾ സ്റ്റേഷനിൽ ചെന്നു കാര്യങ്ങൾ പറഞ്ഞു. സുജയ എന്നോടൊപ്പം വിട്ടു. അങ്ങനെ ഞങ്ങൾ
കല്യാണത്തിൻ്റെ തുടക്കങ്ങൾ തുടങ്ങി. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ചെറിയ രീതിക്ക് നമ്മളെ കൊണ്ടാവുന്ന പോലെ, എല്ലാം പെട്ടെന്നായതുകൊണ്ട് ചെറിയ രീതിക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടുക. പക്ഷേ താലി കെട്ടുക എന്ന് മാത്രമല്ല, നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും അതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആദ്യം തിരക്കിയത് പനയറ തൃപ്പൂരട്ടക്കാവ് ദേവീക്ഷേത്രത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത ഡേറ്റിൽ അവിടെ മറ്റൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ നടന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഇനി നമുക്ക് എവിടെ നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു, പാലനിന്ന പൊയ്ക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ കല്യാണം നടത്തുന്നുണ്ട്, അവിടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ദൈവമേ, ഞാനിവളെ ആദ്യമായിട്ട് കണ്ട അതേ ക്ഷേത്രം, അവിടെ വെച്ച് ഞാനിവളുടെ കഴുത്തിൽ താലി കെട്ടുന്നു. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ക്ഷേത്രത്തിൽ പോയി കാര്യങ്ങൾ തിരക്കി, എല്ലാം ചോദിച്ചറിഞ്ഞു, ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, സമയമൊക്കെ അറിയിച്ചു. അങ്ങനെ ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ട ഭഗവാന്റെ തിരുനടയിൽ വെച്ചിട്ട്, ആ ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ചിട്ട് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി, എൻ്റെ ഭാര്യയാക്കി. പിന്നീട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി. അത്ര നാളെ ഞാൻ ജീവിച്ചതിൽ വളരെ സന്തോഷത്തോടു കൂടിയ ജീവിതം, ഞാൻ ആഗ്രഹിച്ച പോലൊരു ഭാര്യ, ഞാൻ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം, വളരെ സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ച ദിവസങ്ങൾ. അവളുടെ കുഞ്ഞുങ്ങളെ കാണണമെന്ന് പറയുമ്പോഴെല്ലാം ഞങ്ങൾ പോയി കുട്ടികളെ കാണാറുണ്ടായിരുന്നു. ഒഴിവു ദിവസങ്ങളിലെല്ലാം കുട്ടികളെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു. ദിവസവും വീഡിയോ കോളിലൂടെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ അറിയുമായിരുന്നു, അവരുടെ വിശേഷങ്ങൾ അറിയുമായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അപ്പോഴെല്ലാം അവൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, അവൾക്ക് എൻ്റെ ചോരയിൽ എനിക്കൊരു കുഞ്ഞിനെ അവൾക്ക് തരണമെന്ന്. അവൾ മരിച്ചാലും എനിക്കൊരു കുട്ടിയെ അവൾക്ക് തരണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവളുടെ ആരോഗ്യനില അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയും, സുജയ, അത് വേണ്ട, നമുക്ക് കുട്ടികൾ വേണ്ട, ഇങ്ങനെ പോയാൽ മതി, നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി, നമുക്ക് കുട്ടികൾ വേണ്ട. പിന്നെയും നമ്മൾ ജീവിച്ചുകൊണ്ടേയിരുന്നു സന്തോഷത്തോടു കൂടി. അവൾ എൻ്റെ നെഞ്ചിൽ തലവെച്ച് അവളെന്നും ഉറങ്ങാറുള്ളൂ. അപ്പോഴെല്ലാം അവൾ പറയും, നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതേപോലെ സന്തോഷത്തോടെ ഇതേപോലെ നമ്മൾ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സുജയ്, നാളെ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവളും ഒരു നിമിഷം പോലും അവളും ജീവിച്ചിരിക്കില്ല. നമ്മൾ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു, നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് നാളുകൾ പോയതിന് ശേഷം അവൾ ജംഗ്ഷനിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. അത് കുറച്ച് മാസങ്ങൾ മാത്രമേ പോയുള്ളൂ. കുറച്ച് മാസങ്ങൾ പോയി അവൾക്ക് പൊടി അലർജി ആയതുകൊണ്ട് അവിടെ നിന്ന് ജോലി നിർത്തേണ്ടി വന്നു. പൊടി അലർജി ആയതുകൊണ്ട് ജോലി നിർത്തി. വേറെ വല്ല ജോലി നോക്കാം, പൊടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകണ്ട, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. അവൾ പറഞ്ഞു അവൾക്ക് ജോലിക്ക് പോകണം. ഞാൻ പറഞ്ഞു, പോവാം, നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോവാം, എനിക്ക് ജോലിക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, അവൾക്ക് പോകണമെങ്കിൽ പോകാമെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ അടുത്ത് ചെറിയ രീതിക്ക് ഒരു അകൽച്ച തുടങ്ങി. അതെനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി, എൻ്റെ അടുത്തൊരു അകൽച്ച. അത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതെനിക്ക് അറിയാം. എനിക്ക് മാനസികമായിട്ട് അത് ഒരുപാട് വിഷമമുണ്ടാക്കി. ഇവൾ എന്തായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ അടുത്തൊരു ദേഷ്യവും എന്തൊക്കെയോ പോലെ എൻ്റെ അടുത്ത്. ഞാൻ കാര്യം തിരക്കി, സുജയ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കാര്യം പറ, നീ എന്താണ് ഇങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുന്നത്?
അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നതാണ്. ഞാനും വിചാരിച്ചു, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, നിനക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാനും കരുതി. പിന്നീട് ദിവസം കഴിയുന്തോറും അത് കൂടി വന്നു. അപ്പോഴെനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഇതെന്തായിരിക്കും? അങ്ങനെ ഒരു ദിവസം ഞാൻ വഴക്കിട്ട് തന്നെ ചോദിച്ചു, എന്താണ് പ്രശ്നം, നീ കാര്യം പറ, നീ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് അത് ശരിയാവുന്നില്ല, നീ എന്താണ് ഇങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുന്നത്, എനിക്കറിയത്തില്ല, നീ കാര്യം പറഞ്ഞെങ്കിൽ മാത്രമേ അറിയാവൂ. അപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ കുട്ടികളെ ഓർത്തിട്ടാണെന്ന്. ഞാൻ പറഞ്ഞു, കുട്ടികളെ ഓർത്തിട്ട് എന്താ? കുട്ടികളെ കാണാൻ പോയിട്ട് കുറേ നാളായി. അത് കുറച്ച് നാളായിരുന്നു കാണാൻ പോയിട്ട്. അതിനും കാരണമുണ്ട്. എൻ്റെ കൈയുടെ ജോയിൻ പ്രശ്നമായിട്ട് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്ത് ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനും അതിനകത്ത് വിഷയമായിരുന്നു. അപ്പം കുറച്ച് നാളായിട്ട് കുട്ടികളെ കാണാൻ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഇവൾ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല, ഇവൾ ഫോൺ ചെയ്യുന്നെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല അതെന്താണെന്നുള്ളത്. ഞാൻ വിളിക്കുമ്പോഴെല്ലാം അവൾ പറയുന്നത് കുട്ടികളെ വിളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവളുടെ ഫോണിലൊരു വീഡിയോ കോൾ വന്നു. അതൊരു ലേഡിയുടെ പേരായിരുന്നു സേവ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരടി 12 മണിക്ക് നിന്നെ വീഡിയോ കോൾ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അത് അവളുടെ ഒരു പഴയൊരു കൂട്ടുകാരിയാണ്, അവൾക്ക് നമ്പർ മാറിയതായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ പെട്ടെന്ന് ഫോൺ മേടിച്ച് വെച്ചിട്ട് അവൾ വിഷയം മാറ്റി നമ്മൾ വേറെ സംസാരത്തിലോട്ടൊക്കെയാണ്. ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാലും എനിക്ക് ചെറിയൊരു സംശയം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവളുടെ ഫോൺ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പം ഫോണിൽ നിന്ന് എനിക്ക് ഒന്നും വലുതായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇത് കണ്ട അവൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണ്, നിനക്കെന്നെ സംശയമാണോ? ഞാൻ പറഞ്ഞു, സംശയം ആണോയെന്ന് ചോദിച്ചാൽ സംശയിച്ചല്ലേ പറ്റൂ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അവളുടെ തമാശ രൂപത്തിൽ പറയുക, അവൾക്ക് വേറെ എനിക്ക് വേറെ കാമുകനുണ്ട്, അങ്ങനെ തമാശ രൂപത്തിൽ പറയുക. ഞാൻ പറഞ്ഞ, ചിലപ്പോൾ കാണുമായിരിക്കും. അവൾ പറയുന്നത് പോലെ ഞാനും തമാശയ്ക്ക് തിരിച്ചും പറഞ്ഞു, ചിലപ്പോൾ കാണുമായിരിക്കും, നമ്മളറിയുന്നില്ലല്ലോ. പക്ഷെ ഞാനപ്പോൾ സംശയമാണ് എന്ന് ഞാൻ പറയുന്നെങ്കിലും അപ്പോഴും എൻ്റെ മനസ്സിൽ, ദൈവമേ അങ്ങനെ ഒന്നും ഉണ്ടാവരുതേ എന്നാണ് ഞാനെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ സംശയിക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ഒരു അവസ്ഥയിൽ എനിക്കെന്തോ പോലെ ഒരു ചെറിയ ഡൗട്ടായിപ്പോയി. പിന്നെ തൊട്ട് അങ്ങോട്ട് ഞാൻ അവളെ എപ്പോൾ വിളിച്ചാലും അവൾ മറ്റൊരു കോളിലാണ്, എപ്പോഴും ബിസിയാണ്. അപ്പം ഞാൻ ചോദിക്കും, സുജയ് ഇത് ആരെയാണ് നീ വിളിക്കുന്നത്, ഇങ്ങനെ കിടന്ന് വിളിക്കുന്ന ആരാ ഇങ്ങനെ? അപ്പോൾ അവൾ പറയുന്നത് അവളുടെ കുട്ടികളെ വിളിക്കുന്നത്, കുട്ടികളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മുമ്പൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷേ കുട്ടികളെ വിളിക്കും, പക്ഷേ ഇതുപോലെ ഇങ്ങനെ വിളിക്കില്ലായിരുന്നു. പക്ഷേ എനിക്കെന്തോ ചെറിയ ഡൗട്ടുകൾ അടിച്ച് തുടങ്ങിയായിരുന്നു. എന്നിട്ടും ഡൗട്ട് എന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ പെണ്ണിനെ എനിക്ക് സംശയം അതൊരു പേരിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ സംശയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പെണ്ണിനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ കുട്ടികളെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു കാണും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, കുറച്ച് നാളായല്ലോ കുട്ടികളെ കാണാൻ പോയിട്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇന്നെന്തായാലും ചെന്നിട്ട് കുട്ടികളെ കാണിക്കാം. അങ്ങനെ ഞാൻ വൈകുന്നേരം ചെല്ലുന്നു, റെഡിയാവാൻ പറയുന്നു, നമുക്ക് പോവാം, കുട്ടികളെ കാണാൻ പോവാം. അവൾ ഒരു വിധത്തിൽ കുട്ടികളെ കാണാൻ എന്നോടൊപ്പം വരുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താ നീ വരാത്തെ? ഇല്ല വരുന്നില്ല, ഇപ്പം വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് പോവാം, കുറച്ച് നാളായില്ലേ കുട്ടികളെ കാണാൻ പറ്റും, നമുക്ക് പോവാം, കുഴപ്പമില്ല, നമുക്ക് പോവാം, ബാ. ഇല്ല ഇപ്പം പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി, നീ പറയുന്ന ദിവസം പോവാം, നീ പറയുന്ന ദിവസം കൊണ്ടുപോവാം, നീ പറയുന്ന കണക്ക് തന്നെ. അവൾക്ക് ഡയറി മിൽക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അന്ന് അവൾക്കായിട്ടൊരു ഡയറി മിൽക്ക് എൻ്റെ മിഠായി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അവൾ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പോൾ അവളുടെ കയ്യിൽ എടുത്ത് കൊടുത്തു. അപ്പോൾ അവളത് മേടിച്ചിട്ട് അത് ബോക്സിലങ്ങ് വെച്ചിട്ട് എന്നും പറഞ്ഞിട്ട് മേടിച്ചിട്ട് മുമ്പത്തെ കണക്കൊന്നുമില്ല, മേടിച്ചിട്ട് അങ്ങ് ബോക്സിലങ്ങ് വെച്ചു. ശരി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ചോദിച്ചു, നിനക്ക് ഇന്ന് എന്താ മേടിച്ചുകൊണ്ട് വരേണ്ടത്? അപ്പോൾ അവൾ ഒന്നും വേണ്ട എന്ന് ഞാൻ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ ജിലേബി മേടിച്ചുകൊണ്ട്. അവൾക്ക് അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ജിലേബി മേടിച്ചുകൊണ്ട് വന്നു. ജിലേബി മേടിച്ചുകൊണ്ട് ഞാൻ അവളെ കൊടുത്തു. വൈകുന്നേരം ജിലേബി മേടിച്ചുകൊണ്ട് കൊടുത്തു. അവളെ മേടിച്ച് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ രാത്രി കിടക്കാൻ നേരം ഞാൻ നോക്കിയപ്പോൾ അവൾ കഴിച്ചിട്ടില്ല. അവൾ നേരത്തെ കയറി കിടന്നങ്ങ് ഉറക്കമായി. സംഭവം ഞാൻ മേടിച്ചു കൊടുത്ത ജിലേബി അതേപോലെ അവിടെ ഇരിക്കുവാണ്. ഞാൻ നോക്കിയപ്പോൾ എന്താ, അപ്പോൾ എനിക്കൊരു സംശയം. അങ്ങനെ ഞാൻ തലേ ദിവസം മേടിച്ചു കൊടുത്ത
ഡയറി മിൽക്ക് അവൾ കഴിച്ചോ ഇല്ലയെന്ന് അറിയാനായിട്ട് ആ ബോക്സിൽ പോയി നോക്കിയപ്പോൾ അതവിടെ തന്നെ ഉണ്ട്. അതവൾ എടുത്തിട്ടില്ല, മേടിച്ച് അവിടെ തന്നെ വെച്ചിരിക്കുക. അതെനിക്ക് വല്ലാതെ വിഷമമായിപ്പോയി. ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ആ ഡയറി മിൽക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അവൾ ഉറങ്ങിക്കിടന്ന് അവളെ ഞാൻ തട്ടി വിളിച്ച് ഉണർത്തി. സുജ എനിക്ക് ഇതെന്താ നീ കഴിക്കായിരുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു അവൾ മറന്നുപോയി എന്നും പറഞ്ഞിട്ട് അവൾ അപ്പോഴും മേടിച്ചെൻ്റെ നിന്ന് കഴിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെയോ പന്ത് കേട്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസത്തിൽ കൂടുതലായിട്ട് കിടന്നുറങ്ങുമ്പോൾ 2 ഭാഗത്തായിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ കാരണമെന്ന് വെച്ചാൽ അവൾ പറയുന്നത് അവൾക്കൊരു അസുഖമുണ്ട്, ആ അസുഖം കൊണ്ടാണ് അത് മാറുന്നത് വരെ ഇങ്ങനെ കിടന്നാൽ മതി. പക്ഷേ അവൾ നേരത്തെ കയറി കിടന്ന് ഉറങ്ങും. ഞാൻ കുളിച്ചിട്ട് ഞാൻ റെഡിയായി വരുമ്പോഴത്തേക്കും അവൾ ഉറക്കമായിരിക്കും. ഞാൻ ശല്യപ്പെടുത്താൻ പോകത്തില്ല. അവൾക്ക് സുഖമില്ല എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, 1 മാസത്തിൽ കൂടുതൽ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ നീ ഇത് ഹോസ്പിറ്റലിൽ പോകാതെന്താ? അവൾ പറഞ്ഞാൽ അത് മാറിക്കോളും, തനിയെ മാറിക്കോളും. ഞാൻ പറഞ്ഞു അത് പറ്റൂല, അത് നാളെ തന്നെ നീ ഉടനെ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാനും ഇവിടെ വരാം. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, അവൾ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടു. നീ ചേട്ടൻ ജോലിക്ക് പോകും, ഞാൻ ചെല്ലണ്ട, അവൾ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പോയി. എനിക്കറിയില്ല, ഞാൻ ജോലിക്ക് പോയി. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞെന്ന് അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, അത് തനിയെ മാറിക്കോളൂ എന്ന്. ഞാൻ ചിന്തിച്ചു അതെന്താ അസുഖം? അവൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അത് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്നില്ലേ? പറഞ്ഞു മരുന്നില്ല, ചൂടുവെള്ളം കുടിച്ചൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല അങ്ങനെയല്ല, ഇത് ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോവാം, ഞാനും വന്നിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ പറഞ്ഞു ചേട്ടാ അത് കുഴപ്പമില്ല, അത് മാറുമെന്നാണ് അവൾ പറഞ്ഞത്. എനിക്ക് വല്ലാത്ത മിസ്അണ്ടർസ്റ്റാൻഡ്മെൻറ്റ്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഞാനറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ജോലിയില്ലായിരുന്നു. അപ്പോൾ അവൾ അന്ന് വീട്ടിലെ ജോലിയും കാര്യങ്ങളും എല്ലാം ഒതുക്കിയിട്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്താ നീ അമ്മയുടെ അടുത്ത്? അമ്മയ്ക്ക് സുഖമില്ല, അമ്മയുടെ അടുത്ത് പോയിട്ട് 2-3 ദിവസം നിന്നിട്ട് വരാം. ഞാൻ പറഞ്ഞു നീ 2-3 ദിവസമൊന്നും നിൽക്കണ്ട, പോയിട്ട് 2 ദിവസം അതിന് നീ പെട്ടെന്ന് മാക്സിമം നീ പെട്ടെന്ന് വരാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒന്നും പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് നല്ലൊരു യാത്ര പോലും പറഞ്ഞില്ല. അവളൊരു സഞ്ചിയിൽ കുറച്ച് സാധനങ്ങളുമായിട്ട് പോയി. ഞാൻ ചോദിച്ചു ഇതെന്താ ഇതിൻ്റെ അകത്ത്? അവൾ പറഞ്ഞു അമ്മയ്ക്കുള്ള കുറച്ച് സാരികളും തുണികളൊക്കെയാണ്. ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല അത് സുജ എൻ്റെ അടുത്ത് നിന്ന് അവസാനമായിട്ട് പോവുകയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. ആ ഒരു സമയം അവൾ എൻ്റെ അടുത്ത് യാത്ര പോലും പറയുന്നില്ല, അവൾ പോവുകയാണ്. അവൾ എൻ്റെ ഒപ്പം വന്നതിന് ശേഷം അവളുടെ ആദ്യ ജന്മനാളിന് ഞാനൊരു സർപ്രൈസ് കൊടുത്തിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. അന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. അവളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇനി വരുന്ന അവളുടെ ജന്മനാളിന് ഞാനൊരു വലിയൊരു സർപ്രൈസ് അവൾക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. അവൾ എൻ്റെ കൂടെ വന്നതിന് ശേഷം അവൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യം, അവൾക്കൊരു സ്കൂട്ടി മേടിച്ച് തരുമോ? അപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് നിനക്കുണ്ട്, പക്ഷേ അത് വാങ്ങാനോ കാണാനോ അവൾ നിന്നില്ല. അവൾക്ക് വേണ്ടി ഞാൻ സ്കൂട്ടി അതിന് വേണ്ടിയിട്ട് അവൾ നിന്നില്ല, അവൾ പോയി. അവളുടെ അമ്മയുടെ വീട്ടിൽ പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കുമ്പോഴെല്ലാം അവൾ വേറെ കോളിലാണ്, ബിസിയാണ്. അങ്ങനെ വിളിച്ചാൽ കിട്ടുന്ന ടൈമിൽ ഞാൻ ചോദിക്കും എന്താ സൂചി നിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ, നീ എപ്പോൾ വിളിച്ചാലും നീ വേറെ കോളിലാണല്ലോ, ഇതെന്താ? അപ്പോൾ അവൾ പറഞ്ഞു അവിടെ റേഞ്ച് കംപ്ലൈൻ്റ് ആണ്, റേഞ്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, എന്തോ കാര്യമുണ്ട്, നീ എന്തൊക്കെയോ എന്നെ നിന്ന് മറയ്ക്കുന്നുണ്ട്, നീ എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നീ തുറന്ന് പറ. എന്ത് പറയാം, എന്ത് കാര്യം? കാര്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് കാഷ്വലായിട്ട് സംസാരിക്കുക, നല്ല രീതിക്ക് സംസാരിക്കുക, ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ അവൾ സംസാരിക്കുക. അവളുടെ അമ്മയുടെ അടുത്തല്ലേ, അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അമ്മയുണ്ട്, സഹോദരനുണ്ട്, അവരുടെ അടുത്താണ് അവൾ ഉള്ളത്.
അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സുജയ നീ ഇറങ്ങിയാന്ന് ചോദിച്ചു വീട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇറങ്ങി, ഞാൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി, 2 ദിവസമായി സുജയെ കണ്ടിട്ട്. അങ്ങനെ വൈകുന്നേരം 6 മണിയായപ്പോൾ ഞാൻ വീടെത്തി സുജയെ തിരക്കുന്നു, സുജ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സുജയെ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ സുജ അവിടെ നിന്ന് 1.5 മണിക്ക് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സുജയുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു, ഇതേ കണക്ക് ഉച്ചയ്ക്ക് അവൾ ഇറങ്ങി. അപ്പോൾ എനിക്ക് അറിയാൻ വയ്യ, സുജയുടെ ഫോണിൽ വിളിച്ചപ്പോൾ സുജയുടെ ഫോൺ സ്വിച്ച് ഓഫ്. അങ്ങനെ ഞാൻ കുട്ടികളുള്ള സ്ഥലത്ത് പോയി. ചിലപ്പോൾ കുട്ടികളെ കാണാൻ പോയിട്ടുണ്ടെങ്കിലോ. അവിടെ ചെന്നപ്പോൾ അവിടെയും ചെന്നിട്ടില്ല. കുട്ടികളെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായെന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. ഇതെന്താ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. എനിക്കൊരു പിടിയില്ല, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഒരു ഇതുമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ലോ ബി പി ഉണ്ട്. ഇവൾ നിന്ന നിപ്പിൽ ബോധം കെട്ട് വീഴും. എൻ്റെ മനസ്സിൽ അപ്പോഴും അങ്ങനത്തെ ചിന്തകളാണ്. ഇവളിനി എവിടെയെങ്കിലും ബോധം കെട്ട് കിടക്കുകയാണോ, ഇനി ബോധം കെട്ട് ആരെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പല ചിന്തകളാണ് മനസ്സിൽ. എന്താണെന്ന് ഒരു പിടിയില്ല. അങ്ങനെ ഇവളെ കല്ലുവാതക ഏരിയയിൽ നിന്ന് കാണാതായതുകൊണ്ട് നേരെ പെട്ടെന്ന് ഞാൻ കല്ലുവാതകൽ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. ഇത് കണക്ക് എൻ്റെ വൈഫ് മദറിൻ്റെ വീട്ടിൽ പോയതാണ്, ഇത് കണക്ക് കാണാനില്ല, അവൾ ഉച്ചയ്ക്ക് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. നമ്പർ കൊടുത്തു. നമ്പർ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അപ്പോൾ അതിൻ്റെ പിറക്ക്, ഞാൻ പോയതിൻ്റെ പിറക്കെ എൻ്റെ അമ്മയും ചേച്ചിമാരും എല്ലാവരും നമ്മുടെ ജംഗ്ഷനിലുള്ള ഒരു ഓട്ടോയിൽ തന്നെ അവരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരും വന്നു, കാര്യങ്ങൾ തിരക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഓട്ടോ ചേട്ടനൊരു കോള് വരുന്നു. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അതായത് എൻ്റെ വൈഫിനെയും അറിയാം, ഒരുവിധപ്പെട്ട ആളുകൾക്കേ അറിയാം. അപ്പം ഈ കാര്യം പുള്ളിക്കാരൻ ചിലപ്പോൾ വിളിച്ചാരടുത്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കാം. പക്ഷെ പുള്ളിക്കാരനൊരു കോള് വരുന്നു. പാരിപ്പള്ളി വർക്കല ക്ഷേത്രം റൂട്ട് ഓടുന്ന കാശി ബസ്സിലെ ഡ്രൈവർ അനീഷിനൊപ്പമാണ് എൻ്റെ വൈഫ് പോയതെന്ന്. ഞാനപ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു എൻ്റെ അപ്പോഴത്തെ അവസ്ഥ. എനിക്കത് വിശ്വസിക്കാൻ വയ്യായിരുന്നു, വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്കറിയാൻ പറ്റും. ഇതെന്താ സംഭവിക്കുന്നത്, എന്താ നടക്കുന്നത്, ഒരു പ്രത്യേക അവസ്ഥയായി പോയി അപ്പോഴ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഈ നിമിഷം വരെ എനിക്ക് അത് വിശ്വസിക്കാൻ ഞാനത് വിശ്വസിച്ചു, പക്ഷേ എൻ്റെ മനസ്സത് ഉൾക്കൊള്ളുന്നില്ല. ഞാനിപ്പോൾ നല്ലപോലെ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നു, പക്ഷേ നിമിഷ നേരം കൊണ്ട് എൻ്റെ മനോനില മൊത്തം തകർത്ത് കളയും. എനിക്കറിഞ്ഞുകൂടാ. അവർ പിറ്റേ ദിവസം അവിടെ ഹാജരാകുമെന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളടുത്ത് ആ പരാതി കൊടുത്തിട്ട് നമ്മളടുത്ത് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അലമുറയിട്ട് കിടന്ന് വിളിക്കുവാണ്. എൻ്റെ നിയന്ത്രണം പോയി ഞാൻ അലമുറയിട്ട് വിളിക്കുവാണ്. ഇതെന്താണ് സംഭവം, എനിക്ക് ഒരു പിടിയില്ല. അപ്പോഴും ഞാൻ തീരുമാനിച്ചു, നാളെ എന്തായാലും അവർ വരുമ്പോൾ എന്തായാലും ആ കാഴ്ച കാണാൻ ഞാൻ ഉണ്ടാവില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. വീട്ടിലെത്തി എല്ലാവരും എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാവരെയും ഉറക്കി കിടത്തിയിട്ട് എല്ലാവരും ഉറങ്ങിയെന്നറിഞ്ഞപ്പോൾ ഞാൻ വെയിൻ കട്ട് ചെയ്തു. എൻ്റെ ബോധം ചെറുതായിട്ട് പോയി തുടങ്ങിയപ്പം മനസ്സിലായി എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. അങ്ങനെ ഞാൻ പതിയെ മയക്കത്തിലോട്ട് പോയി. എൻ്റെ ബോധം ഫുള്ള് നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു 6 മണി ആയി കാണും സമയമൊക്കെ ആയപ്പോൾ എനിക്ക് വല്ലാത്തൊരു വയറ്റുവേദന വന്ന് ഞാൻ കണ്ണ് തുറന്നപ്പോൾ എന്താ, ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പം ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ ആ മുറിവ് ബ്ലഡ് ക്ലോട്ടായി കട്ടിയായി അടഞ്ഞിരിക്കുന്നു. കൈ അനക്കാൻ വയ്യ എനിക്ക്. ഞാൻ ആരും അറിയാതെ പതുക്കെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയിട്ട് പതുക്കെ ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ അളിയൻ കാണുകയുണ്ടായി എൻ്റെ കൈ. പുള്ളി വേറെ ആരെയും വിളിച്ചുണർത്തിയില്ല, മറ്റൊരു അളിയനെയും വിളിച്ച് ഇവർ രണ്ടുപേരും കൂടെ എന്നെ നേരെ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി.
അവിടെ കൊണ്ടുപോയി കൈ സ്റ്റിച്ചിട്ടു. ഇപ്പോഴും പറയുന്നവരുണ്ട് ഞാനിത്, അത് അവൾക്കറിയാം. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അവൾക്കറിയാം അവൾ എന്നിൽ നിന്ന് പോയാൽ എനിക്ക് എന്തുമാത്രം വേദനയുണ്ടാവും, ഞാൻ എന്തുമാത്രം വിഷമിക്കുമെന്നും അവൾക്ക് നന്നായിട്ടറിയാം. ഓക്കെ. പിന്നെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇവരെയും കാത്തിരിക്കുകയാണ്. ഞാൻ നോക്കിയിരിക്കുകയാണ്. എൻ്റെ പെണ്ണ് മറ്റൊരുവനുമായിട്ട് വരുന്നത് നോക്കി ഞാനിരിക്കുകയാണ്. അവരെയും കാത്തിരിക്കുകയാണ്. അവർ വരുന്നത് നോക്കി. അവസാനം അവർ വന്നു. ഞാൻ കണ്ടു അവൾ അനീഷിനൊപ്പം വരുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, മനസ്സറിയാതെ ഞാൻ പറഞ്ഞുപോയി, ഇത് കാണിക്കാനാണോ ദൈവമേ എന്നെ വീണ്ടും ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്? എനിക്ക് അറിഞ്ഞൂടാ, അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അറിഞ്ഞൂടാ അപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലുമില്ല. അവൾ അവനൊപ്പം സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. ഞാനതിങ്ങനെ നോക്കി നിൽക്കുക. ഇത് ഞാൻ ഉറങ്ങുവാണോ, ഞാൻ സ്വപ്നം കാണുവാണോ? ഞാനിങ്ങനെ ആടിയാടി നിൽക്കുക. ഇതെന്താ സംഭവിക്കുന്നത്? എനിക്ക് എൻ്റെ റിലേ മൊത്തം പോയി. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അവിടുത്തെ സാറ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, അവർ 15 വർഷമായിട്ട് അവർ ഇഷ്ടത്തിലായിരുന്നു. ഇവളൊരു ആദ്യം ഒരു വിവാഹം കഴിച്ചു. അതിൽ 2 കുട്ടികളുണ്ട്. അതെന്താ പ്രശ്നത്തിൽ അവർ ഡിവോഴ്സായി. അവളുടെ ആ ഒരു അവസ്ഥയിൽ ഞാൻ അവൾക്കൊരു ജീവിതം കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 15 വർഷത്തെ പ്രണയം എങ്ങനെ വന്നത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ചിന്തിക്കുകയാണ്, ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. എൻ്റെ അടുത്ത് നിന്ന സുജ അല്ല അപ്പോഴവിടെ. എൻ്റെ അടുത്ത് 3 വർഷം ആവാൻ പോകുന്നു. ഇത്രയും വർഷം എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ജീവിച്ച സുജ അല്ലായിരുന്നു അപ്പോഴവിടെ ഉണ്ടായിരുന്ന സുജ. ഞാൻ നോക്കുകയാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് എൻ്റെ വൈഫിന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അപേക്ഷിച്ചു, എനിക്ക് സംസാരിക്കണം, എനിക്കറിയണം എന്തിനാണ് അവൾ പോയത്, എന്നെ വിട്ട് പോയത്, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയണം. അങ്ങനെ അവരുടെ മൊഴിയെല്ലാം എടുത്തതിന് ശേഷം എന്നെ അടുത്ത് സംസാരിക്കാനായിട്ട് സുജയെ കൊണ്ടുവന്നു. അപ്പം എൻ്റെ അടുത്ത് എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ ഫസ്റ്റ് വേറെ ഒന്നുമല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത്, സുജ നീ ഇപ്പോൾ ഹാപ്പിയാണോ? അപ്പോൾ ഞാൻ അവളുടെ ഒരു മുഖം ഞാൻ അപ്പോഴും കണ്ടു. എൻ്റെ കൂടെ അത്രയും നാൾ ജീവിച്ച സുജ അല്ല അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. വേറൊരു മുഖം. അവൾ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഒരു അഹംഭാവത്തോടെ അവൾ പറഞ്ഞു, അവൾ ഹാപ്പിയാണ്. എനിക്ക് അവൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞതിലല്ല, അവളുടെ അപ്പോഴത്തെ ആ ഒരു രീതി, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവൾ എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്നെ ഇട്ടിട്ട് പോയത് എന്തിനാണ്? അപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ കുട്ടികളെ കാണാൻ ഞാൻ എതിർത്ത് നിന്നു. അവളുടെ ആദ്യ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ പോലും ഞാൻ ഇവളെയും കൊണ്ട് കുട്ടികളെ കാണിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. കുട്ടികളെ കാണാൻ, അത് ഇവളുടെ ഇഷ്ടപ്രകാരം കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുട്ടികളെ കാണാൻ വേണ്ടി ഞാൻ എതിർത്തു എന്ന്. അതിൻ്റെ പേരിൽ മറ്റൊരുത്തൻ്റെ കൂടെ അവന് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ട്. അത് വേറെ പ്രശ്നമാണ്. അതെനിക്കിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. അതവരുടെ വിഷയം. കുട്ടികളെ കാണാൻ വയ്യ, ഞാൻ സമ്മതിച്ചില്ല എന്നുള്ള പേരും പറഞ്ഞ് ഇവൻ്റെ കൂടെ പോയത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അവർ പണ്ട് തൊട്ടേ അവർ പ്രണയത്തിലാണെന്ന് പറയുന്നത്. എനിക്കെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ എൻ്റെ റോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതം ഒരു തവണ പോലും അവൾ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. ഒരു സംശയമോ, അത്രയ്ക്ക് സ്നേഹമായിരുന്നു, അത്രയ്ക്ക് സ്നേഹം. പിന്നീട് ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവൾക്ക് മറുപടിയില്ല. അപ്പോൾ സാറ് പറഞ്ഞു, മറുപടി ഇല്ലെങ്കിൽ മിണ്ടാതെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിനെല്ലാം
അവൾ മിണ്ടാതെ നിന്നു. ഒന്നിനും മറുപടിയില്ല. അവൾക്ക് മറുപടിയില്ല. അങ്ങനെ അവളുടെ ഇഷ്ടപ്രകാരം പോയതുകൊണ്ട് എൻ്റെ കൂടെ അവൾ വരില്ല. വന്നാലും ഞാൻ കൊണ്ടുവരത്തുമില്ല. പക്ഷേ അവളെ അവനൊപ്പം പറഞ്ഞയച്ചു, ഞങ്ങളെ വീട്ടിലേക്കും പറഞ്ഞയച്ചു. ഞാൻ അന്ന് ആ വീഡിയോ ഇടുന്നത് അന്ന് അവിടെ പോയിട്ട് വന്ന് വന്ന ആ ഒരു ഇതിലിട്ടതാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എനിക്കിത് ആരടുത്ത് പറയണം, എന്ത് ചെയ്യണം. ഒരിക്കലും എൻ്റെ ചാനൽ റീച്ച് കൂട്ടാനോ പബ്ലിസിറ്റിക്കോ വേണ്ടിയല്ല ഞാൻ ആ വീഡിയോ ഇട്ടത്. എനിക്ക് ലോകത്തോട് ഈ കാര്യങ്ങൾ വിളിച്ച് പറയണമെന്ന് തോന്നി. അതിന് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമേ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇത്രയും ആളുകൾ കേട്ടു. എൻ്റെ ഒപ്പം നിന്ന ആളുകളുണ്ട്, എന്നെ പരിഹസിച്ചവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ അവളെ ഇപ്പോൾ കൊണ്ടുപോയവൻ, അവൻ എന്നെ കാണുമ്പോൾ അവനൊരു വിജയിച്ച ആളായിട്ട് എന്നെ നോക്കിയിട്ടൊരു ചിരിയുണ്ട്. അവൻ ചിരിച്ചോട്ടെ. നിൻ്റെ ആ ചിരി എന്നും അവിടെ ഉണ്ടായിരുന്നാൽ മതി. എന്നും നിങ്ങൾ ചിരിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി. പക്ഷേ ഈ വിഷയത്തിന് ശേഷം ഇവളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയാനിടയായി. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ഇവളെപ്പറ്റി ഒരു തെറ്റായ വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇതിന് ശേഷം ഞാൻ ഇവളെപ്പറ്റി ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ ഇവൾ നാറും. ഞാൻ ഇതൊക്കെ ഇതിൽ പറഞ്ഞാൽ ഇവൾ നാറും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയില്ല. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അവളുണ്ടായിരുന്നപ്പോൾ ഉള്ള വിഷയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറൊരു വിഷയവും വേറൊരു കാര്യവും അവളെപ്പറ്റി ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇത് ഞാൻ അവളെ വിവാഹം കഴിക്കുന്ന സമയത്ത്, താലി കെട്ടുന്ന സമയത്ത് ഇട്ട ഷർട്ടാണ്. അതിനുശേഷം ഞാനത് ഇപ്പോഴാണ് ഇടുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എൻ്റെ പെണ്ണിനെ താലി കെട്ടുന്ന സമയത്ത് ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത സാരി, ഇതുടുത്താണ് അവളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. അവളുടെ പാവയാണ്. അവൾ ചെറുപ്പം മുതൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പാവ. അവൾ ഒരുപാട് ആഗ്രഹിച്ച് അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പാവയെ എനിക്ക് തന്നിട്ട് അവൾ പോയി. ഇവിടെ അവളുടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും അവളുടെ സാമീപ്യം ഇവിടെ അറിയുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ എടുത്ത് കത്തിച്ച് കളയാൻ. ഇത് എന്താണെന്നറിയാവോ? ഞാനിത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഞാനത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അവൾക്കറിയാം ഇതെന്താണെന്ന്. ഞാൻ അവളുടെ കഴുത്തിലണിഞ്ഞ മാലയാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ മാലയാണ്. എനിക്കിപ്പോൾ ഇതൊക്കെ ഉള്ളൂ, പിന്നെ കുറച്ച് ഓർമ്മകൾ. നീ എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ജീവിച്ചോ.